ഹായ് ഫ്രണ്ട്സ്, PS ഇൻഫോ വേൾഡിൻ്റെ LGS മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 45 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്ര തന്നെ ആയാലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. LGSനും അതുപോലെ മറ്റ് 10th ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ചിലരൊക്കെ പറഞ്ഞു ടോപ്പിക് വൈസ് ആയിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം, ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യണോ അതോ ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിക്കുള്ളത് വേണോ, ഏതാണെന്നുള്ളത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കതനുസരിച്ചിട്ട് കൂടുതൽ എങ്ങനെയാണോ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയല്ല, 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓപ്ഷൻ എ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? താഴെ പറയുന്നവയിൽ 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത തത്വം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി, സോഷ്യലിസം. ഓപ്ഷൻ ഡി, സോഷ്യലിസം. 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മറ്റൊരു വാക്കാണ് മതേതരത്വം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസം, മതേതരത്വം. സോഷ്യലിസവും മതേതരത്വവും. കേരളത്തിൽ ആനകൾക്കുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി, പത്തനംതിട്ട. പത്തനംതിട്ടയിലാണ് ആനകൾക്കുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി, കേരളം. കേരളത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ചെസ് ടൂറിസം ആരംഭിച്ചത്. ഇരവികുളം, മറയൂർ, ചിന്നാർ എന്നീ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ, പാമ്പാർ. ഓപ്ഷൻ എ, പാമ്പാർ. വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ എന്നിവയെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. കേരളത്തിലെ വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ എന്നിവയെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? ഓപ്ഷൻ സി, 2002. 2002ലാണ് ഇവയെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ സങ്കര ഇനമാണ് സമൃദ്ധി? താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ സങ്കര ഇനമാണ് സമൃദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, മുളക്. മുളകിൻ്റെ സങ്കര ഇനമാണ് സമൃദ്ധി.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി 9-ാം പഞ്ചവത്സര പദ്ധതി. 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ചത്. 1997 പദ്ധതി ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് രൂപീകരിച്ച കമ്മീഷൻ അഥവാ കമ്മിറ്റി? താഴെ പറയുന്നവയിൽ ചെറുകിട വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ അഥവാ കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി നീതി ആയോഗ്. നീതി ആയോഗാണ് തിങ്ക് ടാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2023 ജൂലൈയിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി. 2023 ജൂലൈയിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ആര്? ഓപ്ഷൻ ബി പി വാസുദേവൻ. പി വാസുദേവൻ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ്? ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അവയവം ഏത്? ഓപ്ഷൻ സി പ്ലീഹ. ഓപ്ഷൻ സി പ്ലീഹയാണ് ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലീഹയാണ്. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്നതും പ്ലീഹ തന്നെയാണ്. അപ്പോൾ പ്ലീഹയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിലെ ആയുധപ്പുര, ശരീരത്തിലെ ബ്ലഡ് ബാങ്ക്, അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ്. അടുത്ത ചോദ്യം, ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിൻ്റെ ഫലമായി രക്തപ്രവാഹത്തിൻ്റെ വേഗത കുറയുന്ന അവസ്ഥ. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിൻ്റെ ഫലമായി രക്തപ്രവാഹത്തിൻ്റെ വേഗത കുറയുന്ന അവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ അതിരോസ്ക്ലീറോസിസ്. അതിരോസ്ക്ലീറോസിസ്. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. അതുപോലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ്. ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുന്ന അവസ്ഥയാണ് ടക്കികാർഡിയ. ആദാമിൻ്റെ ആപ്പിൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ആദാമിൻ്റെ ആപ്പിൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി. അടുത്തത്, ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ. ഇന്ത്യൻ നേവിയുടെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഓപ്ഷൻ ഡി INS വിക്രാന്ത്. INS വിക്രാന്ത്. അടുത്ത ചോദ്യം, അയിത്ത ആചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്ന സിവിൽ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്ന സിവിൽ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി 1955 ജൂൺ 1. ഊർജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഊർജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു.
ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. ഓപ്ഷൻ സി ജൂൾ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി. ഓപ്ഷൻ ബി വികിരണം. ഓപ്ഷൻ ബി വികിരണം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏത്? രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ഓപ്ഷൻ ഡി മഗ്നീഷ്യം. സമുദ്രജലത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? സമുദ്രജലത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ ബി ഡീസാലിനേഷൻ. താഴെ തന്നിരിക്കുന്ന പ്രത്യേകതകൾ പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പ് മൂലകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിലെ പല മൂലകങ്ങളും പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. ഈ ഗ്രൂപ്പിലെ ചില മൂലകങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ഈ പ്രത്യേകതകൾ ഏത് ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടേതാണ്? ഓപ്ഷൻ ബി എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. PVCയിലെ ഘടകമൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? PVCയിലെ ഘടകമൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി നൈട്രജൻ. ഓപ്ഷൻ ബി നൈട്രജൻ. അൺഹാപ്പി ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര്? അൺഹാപ്പി ഇന്ത്യ എന്ന കൃതി താഴെ പറയുന്നവരിൽ ആരാണ് രചിച്ചത്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ കൃതിയാണ് അൺഹാപ്പി ഇന്ത്യ. അടുത്ത ചോദ്യം, ആമസോൺ നദി ഒഴുകുന്നത് ഏത് വൻകരയിലൂടെയാണ്? ആമസോൺ നദി ഒഴുകുന്ന വൻകര ഏത്? ഓപ്ഷൻ ഡി തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലൂടെയാണ് ആമസോൺ നദി ഒഴുകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് നിർമ്മിച്ച ഇന്ത്യൻ സംസ്ഥാനം. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് നിർമ്മിച്ച ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഹരിയാന. ഹരിയാന. താഴെ കൊടുത്തവയിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുക. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ: കറുത്ത മണ്ണ്, ചെറിയ തോതിൽ വാർഷിക വർഷപാതം, 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില, മഞ്ഞുവീഴ്ചയുള്ള കാലം. ഇതിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 2, 3. ആദ്യത്തെ 3 സാഹചര്യങ്ങൾ, അതായത് കറുത്ത മണ്ണ്, ചെറിയ തോതിൽ വാർഷിക വർഷപാതം, 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില, ഇവയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് തികഞ്ഞവർക്ക് ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ സൗജന്യമായി നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പ് മുന്നോട്ട് വച്ച പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി. ഓപ്ഷൻ ഡി മന്ദഹാസം. ഓപ്ഷൻ ഡി മന്ദഹാസം. 36ാമത് ദേശീയ ഗെയിംസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം. 36ാമത് ദേശീയ ഗെയിംസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഓപ്ഷൻ സി ഗുജറാത്ത്. ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സഞ്ജീവനി വഴി സഹായം നൽകിയത്? ഓപ്പറേഷൻ സഞ്ജീവനി വഴി ഇന്ത്യ സഹായം നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ എ മാലിദ്വീപ്. മാലിദ്വീപ്.
2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി പെരുമ്പടവം ശ്രീധരൻ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മാതൃഭൂമി തിരഞ്ഞെടുത്ത വ്യക്തി എന്ന പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ന്യൂഡൽഹി. അടുത്ത ചോദ്യം, 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത്? 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായ സ്ഥലം? ഓപ്ഷൻ എ ലക്നൗ. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് ആരെ? 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ലയണൽ മെസ്സിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ. 2024 ജനുവരിയിൽ അറബിക്കടലിൽ നിന്ന് സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ലില നോർഫോക്ക്. അടുത്ത ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനായി ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻ ഡി ലാഹോർ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ടത് ഏത് വർഷമാണ്? റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ട വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1922. ഇന്ത്യയിലെ ഏക പരിസ്ഥിതി സൗഹൃദ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏക പരിസ്ഥിതി സൗഹൃദ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി എന്നോർ. തമിഴ്നാട്ടിലാണ് ഈ തുറമുഖം. ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ സംഘടന? ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ബഹിരാകാശ സംഘടന ഏത്? ഓപ്ഷൻ ബി ISRO. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ഹെയ്ലോ ഭ്രമണപഥത്തിലെത്തിയ ദിവസമെന്ന്? ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ഹെയ്ലോ ഭ്രമണപഥത്തിലെത്തിയ ദിവസം? ഓപ്ഷൻ ബി 2024 ജനുവരി 6. അവസാനത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.